ഹായ് ഓ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അതിൽ നമ്മൾ മൊഡ്യൂൾ 2 ആണ് നോക്കാൻ പോകുന്നത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓഫ് എ ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസത്തിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും 8 കിങ്ഡവും നമ്മളിത് പഠിക്കുന്നുണ്ട്. പക്ഷേ ഹെഡിങ് 5 കിങ്ഡം മാത്രമേ ഉള്ളൂ. അതിന് ഇമ്പോർട്ടൻസ് ചില സമയത്ത് 5 മാർക്കിന് 8 മാർക്കിനായിട്ട് ഒരു വട്ടം 8 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചോദിച്ചതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓഫ് എ ലിവിങ് ഓർഗാനിസത്തിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ 1969 ആർച്ച് വിറ്റാക്കറാണ് അത് ഫസ്റ്റ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. അതിലുള്ളത് മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗെ, പ്ലാന്റ്, അനിമേലിയ അതൊക്കെയാണ്. അതുപോലെ അതിൻ്റെ ചീഫ്ലി ഫോർ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലർ കംപ്ലക്സിബിലിറ്റി, ബോഡീസ് കംപ്ലക്സിബിലിറ്റി ആൻഡ് മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഫൈലോജനറ്റിക്കൽ റിലേഷൻഷിപ്പ്, അതൊക്കെയാണ് അതിൽ റിലേഷൻസൊക്കെയാണ് മെയിനായിട്ട് ഇതാക്കി കൊടുക്കുന്നത്. ഈ കിങ്ഡം മൊണേറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിസെല്ലുലാർ പ്രൊക്കാരിയോട്സിസ് ആണ്. എക്സാമ്പിൾ ഈ ബാക്ടീരിയ, സൈനോബാക്ടീരിയ അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഓട്ടോട്രോപ്പിക്കും ഉണ്ട്, ഹെറ്ററോട്രോപ്പിക്കും ഉണ്ട്. ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക്കും ആണ്, കീമോസിന്തറ്റിക്കും ആണ്. ഹെറ്ററോട്രോപ്പിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പാരസൈറ്റിക്കും ആണ്, സാഫ്രോഫൈറ്റിക്കും ആണ്. അപ്പോൾ നമ്മൾ കിങ്ഡം മൊണേറേനെ പറ്റി നമ്മളോട് 5 കിങ്ഡം ചോദിച്ചു കഴിഞ്ഞാൽ 1969 ആർച്ച് വിറ്റാക്കറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ കിങ്ഡം മൊണേറേനെ പറ്റി എഴുതാം. കിങ്ഡം മൊണേറ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലർ ആയിട്ടുള്ള പ്രൊക്കാരിയോട്സ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ ബാക്ടീരിയ, സൈനോബാക്ടീരിയ. അത് ഓട്ടോട്രോപ്പിക്കോ അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്പിക്കോ ആണ്. ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോട്ടോസിന്തറ്റിക്കോ ആണ്, അല്ലെങ്കിൽ അതോ കീമോസിന്തറ്റിക്കോ ആവും. ഹെറ്ററോസൈറ്റിക് എന്ന് പറഞ്ഞാൽ സാഫ്രോഫൈറ്റിക്കോ ആണ്, അല്ലെങ്കിൽ പാരസൈറ്റിക്കോ ആണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിസെല്ലുലർ യൂക്കാരിയോട്സ് ആണ്. പ്രൊട്ടിസ്റ്റ കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോഫൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രോട്ടോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോട്രോപ്പിക് യൂക്കാരിയോട്സ്, പ്രോട്ടോസോവൻസസ് ആൻഡ് ഹെറ്ററോട്രോപ്പിക് യൂക്കാരിയോട്സസ്. കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ എക്സാമ്പിൾസ് ആണ് ഡൈനോഫ്ലജെല്ലെ ആൻഡ് അമീബയാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ എക്സാമ്പിൾസ്. കിങ്ഡം ഫംഗിനെ പറ്റി പറയുകയാണെങ്കിൽ മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ്, ക്ലോറോഫിൽ ലാക്കിംഗ് ആൻഡ് സോ മോസ്റ്റ് ഓഫ് ദം ആർ സാഫ്രോഫൈറ്റിക്കും സം ആർ ദ ഹെറ്ററോട്രോപ്പിക്കും ആണ്. അതേപോലെ എക്സാമ്പിൾ മഷ്റൂംസ്, പെൻസീലിയം എക്സെട്രാ ആണ് കിങ്ഡം ഫംഗിയുടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. കിങ്ഡം പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്സ് ആണ്. ക്ലോറോഫിൽ ബിയറിംഗ് ഫോട്ടോട്രോപ്പിക് ആണ്. ക്ലോറോപ്ലാസ്റ്റ് ആർ സെൽ വോൾ ബിയറിംഗ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൽ വോൾ ബിയറിംഗ് ആണ്. മോസ്റ്റ് ഓഫ് ദം ആർ ഓട്ടോട്രോപ്പിക് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഓട്ടോട്രോപ്പിക് ആണ്. സം ഹെറ്ററോട്രോപ്പിക് ആയിട്ട് മാറുന്നു. കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ആണ്, ഹെറ്ററോട്രോപ്പിക് ആണ്, റെഡ്യൂസ് ബൈ ദ സ്പെഷ്യൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ഹൈസെറ്റിക് ഹോളോസോയിക് ന്യൂട്രീഷൻസ്. ഇത് നമ്മൾ ജസ്റ്റ് നോക്കണം. ഈ ബോക്സും കൂടി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കിന് ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ എന്തായാലും നല്ല മാർക്ക് കിട്ടും. ഇനി അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്ലാന്റ് ആൻഡ് അനിമൽസ് കിങ്ഡംസ് ആർ മോർ ഹോമോജീനിയസ് ദാൻ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സും കിങ്ഡംസ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനേക്കാളും ഹോമോജീനിയസ് ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോഴ്സ് ഓഫ് എവല്യൂഷൻ ഓർ ഏർലി ഓർഗാനിസംസ് ഓഫ് ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൻ്റെ ഏർലി ഓർഗാനിസംസ് ഒക്കെ റിവീൽ ചെയ്യുന്നു. അതേപോലെ ഇൻക്ലൂഷൻ ഓഫ് പ്രൊക്കാരിയോട്സ് ഇൻ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം സെപ്പറേറ്റിംഗ് ദം ഫ്രം ഹയർ പ്ലാന്റ്സ് ഈസ് ഫുള്ളി ജസ്റ്റിസ്ഫുൾ ആൻഡ് inclusion of all unicellular organisms in a kingdom protista could avoid the hereditary inclusion of some of them. പിന്നെ അതേപോലെ ദ എലിവേഷൻ ഓഫ് ദ ഫംഗി ടു ദ റാങ്ക് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം ഈസ് ഫുള്ളി ജസ്റ്റിസബിൾ ബിക്കോസ് ദേ ഡിഫർ വൈഡ്ലി ഫ്രം പ്ലാന്റ്സ് വിത്ത് വിച്ച് they were formerly grouped in the plant kingdom. Then demerits of 5 kingdom classification എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the kingdom Monera and Protista are not homogeneous groups but are heterogeneous with photosynthetic autotropy and non-photosynthetic heterotropy. The phylogenetic relationship of some of the lower groups are not fully reflected. For example, green algae and some photosynthetic bacteria are quite similar. Still, they were placed in different kingdoms. Even though yeast is a unicellular organism, they include in multicellular fungi, viroids, prions are not places in the 5 വൈറോട്സും വൈറസസ് ഒന്നും ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്ലേസ് ചെയ്തിട്ടില്ല. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സും മെറിറ്റ്സും. എന്തായാലും ഫുൾ പോയിൻറ്റ്സും പഠിക്കണം. കാരണം അതായിട്ട് ചോദിക്കുമ്പോൾ 5 മാർക്കിന് ചോദിക്കുമ്പോൾ 2-3 പോയിൻറ്റ്സ് എഴുതിയിട്ട് കാര്യമില്ല. ദെൻ 8 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ബാക്ടീരിയ ഉണ്ട്, ആർച്ചി ബാക്ടീരിയ ഉണ്ട്, ആർച്ചിയോസൂവ ഉണ്ട്, പ്രോട്ടോസൂവ ഉണ്ട്, ക്രമീസ്റ്റിയ ഉണ്ട്, ഫംഗി ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, എനിമേലിയ ഉണ്ട്. പിന്നെ ഈ സ്പ്ലിറ്റ് 3 സച്ച് ആസ് അൽസോവ, പ്രോട്ടോസോവ, ക്രോമസോവ എന്നൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസസ്. അത്രയേ ഉള്ളൂ നമുക്ക് 8 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ. വൈഡ്ലി ആയിട്ടൊന്നും പഠിക്കാനായിട്ടില്ല.
പിന്നെ അതെപ്പോഴാണ് 1993 കണ്ടുപിടിച്ചത് എന്നൊക്കെ മൈറ്റോകോൺഡ്രിയ ലാക്കിംഗ് പ്രൊട്ടിസ്റ്റസ് ഉണ്ട്. അതാണ് അർണോസോവ. പ്രോസോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽസ് ലൈക്ക് പ്രൊട്ടിസ്റ്റ്, ദേ ഹാവ് എ മൈറ്റോകോൺഡ്രിയ ആർ നോൺ ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടിസ്റ്റ ആൻഡ് ക്രോമാസി ഇൻക്ലൂഡ്സ് മൈറ്റോകോൺഡ്രിയ ആൻഡ് ഫോട്ടോട്രോപിക് പ്രൊട്ടിസ്റ്റ. അതൊക്കെയാണ് അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. വേറെ ഒന്നും പഠിക്കാനില്ല. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.